Good morning, students. Adutha university question idana. The time in hours required to repair a machine is exponentially distributed with the mean 2. What is the probability that the repairing time is at most 1 hour? And at least 30 minutes. This is exponentially distributed. So, we exponential distribution function apply. This is August 2027 market question. A continuous random variable x set to have exponential distribution. In the probability function that f of x is equal to lambda into e raised to minus lambda x, where lambda greater than equal, where x greater than equals, where x greater than equals 0, 0. Continuous random variable x is set to have exponential distribution. The probability density function f of x in the lambda into e raised to minus lambda x for x greater than or equal to 0. All other cases the function value will be 0. Our function exponential distribution. F of x lambda into e raised to minus lambda x. Mean define exponential distribution mean in the 1 by lambda. Exponential distribution mean in the 1 by lambda. But a mean comes to the question. Mean is equal to 2. That is equal to 1 by lambda. So lambda value 3 lambda is equal to 1 by 2. So lambda value 1 by 2. The first question probability of that repairing time is at most 1 hour. At most 1 hour in the probability of x less than or equal to 1. Less than equal to 1 hour. X less than or equal to 1. Maximum 1. 1 അല്ലെങ്കിൽ 1 ൽ താഴെ. Maximum 1 hour വരാൻ പാടുള്ളൂ. 1 അല്ലെങ്കിൽ 1 ൽ താഴെ. X less than equal to 1. എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെഫിനിഷൻ എഴുതുമ്പോൾ ഇന്റഗ്രേഷൻ എഴുതുമ്പോൾ ലോവർ ലിമിറ്റ് നമുക്ക് എന്ത് വരും? ലോവർ ലിമിറ്റ് 0. ലോവർ ലിമിറ്റ് 0 വരും. അപ്പർ ലിമിറ്റ് എന്ത് വരും? ലോവർ ലിമിറ്റ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് x ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 അപ്പോൾ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. ഇവിടെ ഫംഗ്ഷൻ എന്താണ്? ലാംഡ ഇൻടു e റൈസ് ടു മൈനസ് ലാംഡ x dx എന്ന് പറഞ്ഞാൽ 0 to 1 ലാംഡയുടെ വാല്യൂ എത്രയാണ്? 1/2 e റൈസ് ടു മൈനസ് 1/2 x dx. നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 ഇൻടു e റൈസ് ടു മൈനസ് 1/2 x ഡിവൈഡഡ് ബൈ മൈനസ് 1/2 0 to 1. E 1/2 1/2 cancel ചെയ്തു. അപ്പോൾ മൈനസ് e raised to minus 1/2 x 0 to 1. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ആദ്യം 1 അപ്ലൈ ചെയ്യാം. അപ്പൊ e raised to minus 1/2 വരും. 0 അപ്ലൈ ചെയ്യുമ്പോൾ 1. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1 minus e raised to minus 1. ഈ റേഷ്യോ മൈനസ് 1/2 വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.3936. 0.3936. ഈ റേഷ്യോ മൈനസ് 1/2 കാൽക്കുലേറ്റർ അടിച്ചെടുത്ത വാല്യൂ കിട്ടും. ആ വാല്യൂ നമ്മൾ 1 ൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ അറ്റ്മോസ്റ്റ് 1 അവറിന്റെ ആൻസർ കിട്ടും 0.3936. ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 ആകുമ്പോൾ ലോവർ ലിമിറ്റ് നമ്മൾ 0 എടുത്തു. എന്തുകൊണ്ടാണ്? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ലോവർ ലിമിറ്റ് 0 ആയിരിക്കും, അപ്പർ ലിമിറ്റ് 1 ആയിരിക്കും. അങ്ങനെ 0 to 1 കൊടുത്തു. ലാംഡ ഇൻടു e റൈസ് ടു മൈനസ് ലാംഡ x. ലാംഡയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു? മീൻ എന്നുള്ളത് നമുക്ക് 1 by ലാംഡ എന്ന് അറിയാം. അപ്പൊ ലാംഡ ഇസ് ഈക്വൽ എന്തായിരിക്കും? 1/2 1/2 കൊടുത്തു. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e റൈസ് ടു മൈനസ് 1/2 x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e റൈസ് ടു മൈനസ് 1/2 x ബൈ മൈനസ് 1/2. ഈ 1/2 കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് e റൈസ് ടു മൈനസ് 1/2 മൈനസ് 1 വരും. അത് 1 മൈനസ് e റൈസ് ടു മൈനസ് 1/2 വരും. 0.3936. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ at least 30 minutes. Second question, probability of at least 30 minutes. അത് അവറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 30 minutes എന്നുള്ളത് നമുക്ക് എന്താക്കി മാറ്റാം? x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2. നേരത്തെ നമ്മൾ 1 hour ആണ്. 1 hourലേക്ക് വരുമ്പോൾ 1 hourന്റെ പകുതി 30 minutes പകുതി. അപ്പോൾ നമുക്ക് x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1/2 അവിടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1/2. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് വരും? അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയതാണ് 1/2.
മാക്സിമം എത്ര വരെ നമുക്ക് ഇൻഫിനിറ്റി വരെ. അപ്പോൾ ഇന്റഗ്രൽ 1/2 ലോവർ ലിമിറ്റ് നമ്മൾ 1/2 എടുക്കുന്നു, അപ്പർ ലിമിറ്റ് നമ്മൾ എന്ത് എടുക്കുന്നു, ഇൻഫിനിറ്റി എടുക്കുന്നു. ലാംഡയുടെ വാല്യൂ എത്രയാണ്, 1/2 e raised to minus 1/2 x dx. Then 1/2 നമ്മൾ പുറത്തേക്ക് ഇട്ടു. e raised to minus 1/2 x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 x by minus 1/2 ഇന്റഗ്രൽ 1/2 to infinity. ഈ 1/2 കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ മൈനസ് e raised to minus 1/2 x, e raised to minus 1/2 x, then 1/2 to infinity. ഈ അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുത്ത് നമുക്ക് എന്താ കിട്ടുന്നത്, e raised to minus infinity 0 ആണ്. ലോവർ ലിമിറ്റ് എന്താണ്, ഈ x നമ്മൾ 1/2 കൊടുക്കുക. x ന് 1/2 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ e raised to minus 1/2 into 1/2, അപ്പോൾ minus 1/4, minus 1/4, that is equal to നമ്മുടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ e raised to minus 1/4, e raised to minus 1/4, e raised to minus 1/4 ന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്, 0.7788. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എത്ര കിട്ടി, 0.7788. രണ്ടാമത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അവർ ആകുമ്പോൾ ഒരു അവറുടെ പകുതി 30 മിനിറ്റ്. അപ്പൊ നമ്മൾ x > 1/2 x > 1. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് 30 മിനിറ്റ്. ഏറ്റവും ലോവസ്റ്റ് വാല്യൂ, ലോവർ ലിമിറ്റ് വിൽ ബി 1/2, അപ്പർ ലിമിറ്റ് വിൽ ബി ഇൻഫിനിറ്റി. 1/2 to infinity, 1/2 e raised to minus 1/2 x dx. 1/2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus 1/2 x by minus 1/2, 1/2 കട്ടാക്കി കളയുന്നു, മൈനസ് e raised to minus 1/2 x, 1/2 to infinity. x ന് നമ്മൾ 1/2 കൊടുക്കുമ്പോൾ e raised to minus 1/4 വരും. അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് e raised to minus 1/4 വരും. e raised to minus 1/4 ന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0.7788. ഇത് ഓഗസ്റ്റ് 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തു.